നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടുക്കിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ക്രിസ്ത്യാനികളുടെ കുടിയേറ്റം തന്നെയാണോ? കുടിയേറ്റക്കാരായ ക്രിസ്ത്യാനികൾ ഇടുക്കിയെ തുരന്നെടുത്തോ? ഓരോ പ്രളയകാലത്തും ഇടുക്കിയിലെയും പശ്ചിമഘട്ടത്തിലെയും ഒക്കെ കുടിയേറ്റക്കാരെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാണ്. ഇടുക്കിയിലെ കുടിയേറ്റക്കാർക്കു നേരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ അറിയേണ്ടതാണ്. ഇടുക്കിയിലേക്ക് കുടിയേറിയ ആദ്യകാല ജനങ്ങൾ അഞ്ചുനാടൻ തമിഴരായിരുന്നു. പിന്നീട് നിരവധി പേരാണ് ഇടുക്കിയിലേക്ക് കുടിയേറിക്കൊണ്ടിരുന്നത്. തിരുവിതാംകൂർ കർഷകരും തമിഴ് തൊഴിലാളികളും ഇംഗ്ലീഷുകാരുമൊക്കെ ഇടുക്കിയിലേക്ക് കുടിയേറിയ ഒരു കാലമുണ്ടായിരുന്നു. 1850 പാശ്ചാത്യ മിഷണറിയായ ഹെൻറി ബേക്കർ സഹോദരൻ ജോർജ് ബേക്കറും ജില്ലയുടെ പടിഞ്ഞാറൻ ചെരുവിലെ കാടുകളിലുണ്ടായിരുന്ന ഗോത്രവർഗമായ മലയരയന്മാരുടെ ക്ഷണപ്രകാരം മുണ്ടക്കയത്തെത്തി. അവിടെ താമസിച്ചുകൊണ്ട് ദുർഘടമായ മലക്കെട്ടിലൂടെ കുട്ടിക്കാനം, വണ്ടിപ്പെരിയാർ, ഏലപ്പാറ എന്നിവിടങ്ങളിൽ അവർ എത്തിച്ചേർന്നു. ഹെൻറി കണ്ട പീരുമേട് സമൃദ്ധമായ ഒരു താഴ്വരയായിരുന്നു. ഹെൻറി തന്നെയാണ് പീരുമേടിനെ കുറിച്ചുള്ള കഥകൾ പിന്നീട് പുറത്തു പറയുന്നതും. 1872 കോട്ടയം മുതൽ പീരുമേട് വരെയും 1885 വണ്ടിപ്പെരിയാർ, കുമളി, ഗൂഡല്ലൂരിലേക്കും ഒരു ചെറിയ കാളവണ്ടിപ്പാത നിർമ്മിച്ചു. കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ വഴി ചീന്തലാറിലേക്കുള്ള പാത നിർമ്മിച്ചത് JD മൺട്രോയായിരുന്നു. പിന്നീട് ഇംഗ്ലീഷുകാരുടെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ നിരവധി തോട്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. മൂന്നാർ മലകൾ ഇംഗ്ലീഷുകാർക്ക് കാണിച്ചു കൊടുത്തത് അഞ്ചുനാടൻ തമിഴരുടെ സംഘത്തലവനായ കണ്ണൻ തേവനായിരുന്നു. പിന്നീട് ഇംഗ്ലീഷുകാർ പണിതെടുത്ത തോട്ടങ്ങൾ ഇടുക്കിയുടെ തിലകക്കുറിയായി. ഇംഗ്ലീഷുകാരുടെ തോട്ടങ്ങളിൽ ഏറെയും തമിഴ് തൊഴിലാളികളായിരുന്നു. അവർ തന്നെയാണ് അവിടെ ആദ്യം താമസമുറപ്പിച്ചതും. 1920 തമിഴ് സ്വാധീനം ക്രമാതീതമാകുന്നു എന്ന് മനസ്സിലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് തിരുവിതാംകൂറിലുള്ളവർക്ക് മാത്രം ഹൈറേഞ്ചിൽ ഭൂമി നൽകിയാൽ മതി എന്ന തീരുമാനമെടുക്കുന്നു. തിരുവിതാംകൂർ രാജാവ് തന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിനെ സ്വാധീനിച്ച് കമ്പം സ്വദേശി ആങ്കൂർ റാവുത്തർ പിന്നീട് വലിയ തോതിലാണ് വനം പ്രദേശങ്ങളിൽ നിന്ന് തടി കൊള്ളയടിച്ചത്. ആങ്കൂർ റാവുത്തറിന്റെ നേതൃത്വത്തിൽ ഇത്തരം വനം കൊള്ളയ്ക്ക് വേണ്ട നിരവധി പാതകൾ സൃഷ്ടിക്കപ്പെട്ടു. ഇടുക്കിയിൽ പിന്നീട് യാത്രകൾക്ക് ഉപയോഗപ്പെട്ട പാതയായി അവയൊക്കെ പരിണമിച്ചു. ഇടുക്കിയിലെ രണ്ടാം കുടിയേറ്റ ഘട്ടം പിന്നീട് ജനാധിപത്യ സർക്കാരുകളുടെ കാലത്തായിരുന്നു ശക്തമായത്. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്നുണ്ടായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി 1946 സർക്കാർ ഊർജിത ഭക്ഷ്യോൽപാദന പദ്ധതിക്ക് രൂപം കൊടുത്തു. ആദ്യഘട്ടത്തിൽ അയ്യപ്പൻ കോവിൽ അടിമാലി മേഖലയിൽ 10,000 ഏക്കർ വനഭൂമി കർഷകർക്ക് പതിച്ചു നൽകി. ഓരോ ഘട്ടത്തിലും അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഭൂമി കയ്യേറ്റക്കാർ തെളിച്ചെടുത്തുകൊണ്ടിരുന്നു. അതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1951 കട്ടപ്പന മേഖലയിൽ 3,000 ഏക്കർ സ്ഥലം കൃഷിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നു. 1945-55 തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ കാലത്ത് മറയൂർ, കാന്തല്ലൂർ, ദേവിയാർ കോളനികൾ സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് 1950 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹൈറേഞ്ച് കോളനൈസേഷൻ പദ്ധതിയെ ശക്തമായി പിന്തുണച്ചു സർക്കാർ. നെടുങ്കണ്ടം, കൂട്ടാർ, കമ്പംമെട്ട്, അണക്കര, ഇരട്ടയാർ, തങ്കമണി, വെള്ളത്തൂവൽ എന്നിവിടങ്ങളിലേക്കെല്ലാം വൻതോതിൽ കുടിയേറ്റം നടന്നു. 1962 സർക്കാർ 15,000 ഏക്കർ സ്ഥലം കർഷകർക്ക് പതിച്ചു നൽകി. 1961 മെയ് 2 കേന്ദ്രം അയ്യപ്പൻ കോവിലിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു. 63-67 കാലത്ത് നിർമ്മിക്കപ്പെട്ട തൊടുപുഴ പുളിയൻമല റോഡും വാഹനയോഗ്യമായി. 1961 മെയ് 2 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാൻ തീരുമാനമെടുത്തതായിരുന്നു കുടിയേറ്റ കർഷകർക്കുണ്ടായ ആദ്യ തിരിച്ചടി. വളരെ മൃഗീയമായിരുന്നു കുടിയേറ്റ കർഷകരോടുള്ള സർക്കാരിന്റെ അന്നത്തെ സമീപനം. പട്ടം താണുപിള്ള സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ അമരാവതി സമരത്തിന്റെ തുടക്കം ഇടുക്കി അണക്കെട്ടിനു വേണ്ടി അയ്യപ്പൻ കോവിലിൽ നിന്നുള്ള വൻതോതിൽ നടന്ന ആ കുടിയിറക്കൽ തന്നെയാണ്.
ഹൈറേഞ്ച് കർഷകർ ആദ്യമായി വനം പ്രദേശങ്ങളിലേക്ക് കയ്യേറ്റത്തിനായി കുത്തഴിഞ്ഞ് നീങ്ങുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് അയ്യപ്പൻ കോവിൽ ആ കുടിയിറക്ക് തന്നെയാണ്. ഹൈറേഞ്ചിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശം പെരിയാറിന്റെ തീരത്തുള്ള അയ്യപ്പൻ കോവിൽ പ്രദേശം തന്നെയായിരുന്നു. അവിടേക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിൽ കുടിയേറ്റം വിവിധ സർക്കാരുകൾ പ്രോത്സാഹിപ്പിച്ചതെങ്കിൽ പിന്നീട് കുടിയിറക്കം നടന്നതും അതേ അയ്യപ്പൻ കോവിലിൽ തന്നെ. ഇടുക്കി എന്ന അണക്കെട്ട് നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കേരളം മുഴുവൻ വികസനത്തിനൊരുങ്ങിയ സർക്കാർ അവിടുത്തെ കുടിയേറ്റക്കാരുടെ കണ്ണീര് കണ്ടില്ല. അയ്യപ്പൻ കോവിൽ കുടിയിറക്ക് ഹൈറേഞ്ച് ജനതയെ സംബന്ധിച്ച് ഇന്നും ഒരു ഭീതിജനകമായ ഓർമ്മയാണ്. 1961 ആ കുടിയിറക്കിന്റെ ഓർമ്മകൾ ഇന്നും പഴയ തലമുറ മനസ്സിൽ പേറുന്നു. മെയ് 2 സർക്കാർ അയ്യപ്പൻ കോവിലിലെ 8000 ഏക്കർ സ്ഥലത്ത് നിന്ന് 1700 കുടുംബങ്ങളെ അമരാവതിയിലേക്ക് തള്ളിവിട്ടത്. 10,000-ഓളം ജനങ്ങളുണ്ടായിരുന്നു അവർ. കോരിച്ചൊരിയുന്ന മഴയത്ത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസിന്റെ അകത്തും പുറത്തുമായി ആളുകളെ കുത്തി നിറച്ച് 40 മൈൽ അകലെ അമരാവതിയിൽ കൊണ്ടുചെന്നിട്ടു അന്ന് സർക്കാർ. കൂട്ടത്തോടെ ഈ ജനങ്ങളെ അത്രയും അമരാവതിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ തള്ളുകയായിരുന്നു. ചുറ്റും പോലീസ് നിന്ന് ഭീതിതമായ അവസ്ഥ സൃഷ്ടിച്ചു. ഭക്ഷണമോ വെള്ളമോ പാർപ്പിടമോ ചികിത്സാ സൗകര്യങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന അമരാവതിയിൽ അവർ തണുത്ത് വിറച്ച് രാത്രിയിൽ ചുരുണ്ടു നിൽക്കുന്ന കാഴ്ച. അമരാവതിയിലെ തോരാതെ പെയ്യുന്ന മഴയിലും കൊടും തണുപ്പിലുമൊക്കെ സ്ത്രീകളും കുട്ടികളും രോഗികളുമൊക്കെ കൊടിയ യാതനകളാണ് അനുഭവിച്ചത്. എന്തിനേറെ രാത്രി കോരിച്ചൊരിയുന്ന മഴയത്ത് പ്രസവിച്ച സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നു എന്നത് അതിൻ്റെ അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ കൂടുതലായിരുന്നു അവർക്കൊപ്പമെങ്കിലും അവർക്ക് വേണ്ടി സഭയൊന്ന് കളത്തിലിറങ്ങിയില്ല. 1957 വിമോചന സമരത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ഇറക്കിവിടാൻ മുൻകൈയെടുത്ത സഭയ്ക്ക് പിന്നീട് ഐക്യമുന്നണിയെ പുറത്താക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരികെ കൊണ്ടുവരാൻ മടി തന്നെയായിരുന്നു. അമരാവതി സമരം അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു. AKG ഒക്കെ ഏറ്റവും ശക്തമായ സമരപരിപാടികളാണ് അന്ന് അവിടെ നടത്തിയത്. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് നേരിട്ടിടപെടേണ്ടി വന്നു. വിമോചന സമരനായകൻ ഫാദർ വടക്കനും കത്തോലിക്ക സഭയുമൊക്കെ ഒടുവിൽ ആ സമരത്തെ പിന്തുണയ്ക്കേണ്ട സ്ഥിതിവിശേഷത്തിലും എത്തിച്ചു. ഒഴിപ്പിക്കപ്പെട്ടവർക്ക് പകരം ഭൂമിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭത്തിന് ഇന്ത്യയിലെ കർഷക സമര ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടാൻ കഴിഞ്ഞു. കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് ജൂൺ 17 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് AKG തന്റെ സമരം അവസാനിപ്പിച്ചു. അയ്യപ്പൻ കോവിലിൽ നിന്നും 14.5 കിലോമീറ്റർ അകലെയാണ് കട്ടപ്പന നഗരം. ഇടുക്കി അണക്കെട്ടിലേക്ക് ജലം സംഭരിക്കപ്പെടുന്നതിൽ ഈ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പൂർണ്ണമായി ഉൾപ്പെട്ടു. പെരിയാറിന്റെ തീരത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ പഞ്ചായത്ത്. 1960 വരെ ഇടുക്കി ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു അയ്യപ്പൻ കോവിൽ. കേരളത്തിലെ ഏറ്റവും വലിയ കുടിയിറക്ക് നടന്ന ഒരു പഞ്ചായത്ത് എന്ന ദുഷ്പേര് അതോടെ അയ്യപ്പൻ കോവിലിന് വന്നു. പക്ഷെ അവിടെ ഉയർന്നു വന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കി ഡാം. പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് കരുതുന്ന ഒരു പഴയ ക്ഷേത്രം പോലും അയ്യപ്പൻ കോവിലിൽ ഉണ്ടായിരുന്നു. ഇടുക്കി ഡാമിന് വേണ്ടി ആ ക്ഷേത്രം മറ്റൊരു സ്ഥലത്തേക്ക് പുനഃപ്രതിഷ്ഠ നടത്തി. പെരിയാർ എന്ന ആ വലിയ നദിയെ കീറിമുറിച്ച ഇടുക്കി അണക്കെട്ട് കേരളത്തിന്റെ വികസന മേഖലകളിൽ ഒരുപാട് സംഭാവന ചെയ്തു എന്ന് ഒരുപക്ഷെ കേരളം ഇപ്പോഴും പുകഴ്ത്തിപ്പാടുന്നുണ്ടാവാം. പക്ഷെ അതോടെ പെരിയാർ മരിച്ചു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇടുക്കി അണക്കെട്ടിനെ തുടർന്ന് പെരിയാറിൽ നിരവധി അണക്കെട്ടുകൾ പിന്നീടുണ്ടായി. ചിലതൊക്കെ വൈദ്യുതി പദ്ധതികൾക്കും മറ്റു ചിലത് ജലസേചനത്തിനും വേണ്ടി. ഇതോടെ പെരിയാറിലെ നീരൊഴുക്ക് പല സ്ഥലങ്ങളിലും മുറിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പെരിയാർ കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് നൽകിയ ആ സംഭാവനകളൊക്കെ അതോടെ അസ്തമിച്ചു. ഇടുക്കി ജില്ലയിലെ ഈ കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് സർക്കാരുകൾ തന്നെയാണ് എന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് ചേർക്കപ്പെടേണ്ടിയിരുന്ന ഇടുക്കി ജില്ലയെ കേരളം പിടിച്ചു നിർത്തിയത് ഇത്തരം കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചു തന്നെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അധിക നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ വലിയ തമിഴ് പ്രാദേശികവാദം ഉയർന്നു വന്നിരുന്നു ഇടുക്കി ജില്ലയിൽ. ഇടുക്കി ജില്ലയൊക്കെ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപായിരുന്നു അത്.
ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് ചേർക്കപ്പെടുമായിരുന്ന ഇടുക്കി ജില്ലയെ കുടിയേറ്റത്തിലൂടെ നമ്മൾ മലയാളികളെ പ്രതിഷ്ഠിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. ഒരു കാലത്ത് മുഴുവൻ കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സർക്കാർ ഇന്നിപ്പോൾ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നു. ഇടുക്കി അണക്കെട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ AC റൂമുകളിൽ മിനുങ്ങിയിരുന്നു കൊണ്ട് നമ്മൾ കയ്യേറ്റത്തിനെതിരെ നിരന്തരം ശബ്ദിക്കുന്നു. പശ്ചിമഘട്ടത്തെ തുരന്നു തിന്നുന്നവർ ഈ കുടിയേറ്റക്കാർ തന്നെയാണോ? ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം നിൽക്കുന്നതും. ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ നെറുകയിലാണ് എന്ന കാര്യം മറക്കരുത്. അതിനേക്കാൾ വലിയ ഒരു നിർമ്മിതിയും ഈ പശ്ചിമഘട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് സാധാരണക്കാരൻ്റെ വാക്കുകളിൽ തന്നെ നിഴലിക്കുന്നു. 2018 പ്രളയത്തെ തുടർന്ന് മാതൃഭൂമി നടത്തിയ ഒരു ചാനൽ ചർച്ചയിലേക്ക് വിളിച്ച ഒരു സാധാരണക്കാരൻ്റെ ശബ്ദം, അതിൽ എല്ലാമുണ്ട്. നിസ്സഹായനായ ഒരു കുടിയേറ്റ കർഷകന്റെ ശബ്ദമാണത്. ആ ശബ്ദം ഒന്നുകൂടി നമുക്ക് കേൾക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ ശബ്ദരേഖ ഇതിനകം തന്നെ നിരവധി പേർ കേട്ടിട്ടുണ്ടാവും. എങ്കിലും എത്ര കേട്ടാലും വീണ്ടും വീണ്ടും നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു സാധാരണ കർഷകന്റെ സാധാരണ ശബ്ദം. ആ ഓഡിയോ ഇങ്ങനെയാണ്. മാതൃഭൂമി ചാനലല്ലേ? അതെ. ഞാൻ വിളിക്കുന്നത് പശ്ചിമഘട്ടത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനെ. ഞാൻ നിങ്ങളുടെ ചർച്ച കണ്ട് വിളിച്ചിട്ട് അന്നാരെല്ലാം വിളിച്ചിട്ട് എൻഗേജിലായിരുന്നു, കിട്ടിയില്ല. ഒരു സംശയം ചോദിക്കാനായിരുന്നു. പശ്ചിമഘട്ടം അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശമാണ് ആ ചാനലിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്. ഞങ്ങൾ മലമടക്കി താമസിക്കുന്ന മനുഷ്യനാ. അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ കളയ്ക്കാനും മറക്കാനും ഒന്നും പാടില്ല. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി. അപ്പൊ അങ്ങനെയല്ലാണ്. പക്ഷേ ഇതിനെക്കാട്ടിൽ ഒരു വലിയ പ്രശ്നമുള്ളത് ഈ ഇടുക്കി അണക്കെട്ട് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മണ്ടക്കല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്. 15,000 ഏക്കർ. ഞാനത് കണ്ടിട്ടുണ്ട്. എന്നാ വലിയ നിർമ്മിതിയാ, എന്നാ പൊക്കവാ, ഇത്രയും എന്ത് വെള്ളമായിട്ട് കിടന്നു. ഇത്രയും അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശത്ത് ഈ അണക്കെട്ട് കൊണ്ടുപോയി വെച്ചെന്നാ ഇതെല്ലാം കൊണ്ട് ഇടിഞ്ഞു വേണമെങ്കിൽ എന്നായി? അതല്ലേ ആദ്യം പൊളിച്ചു കളയണ്ടേ ഞങ്ങളെ ഇറക്കി വിടുന്നതിന് മുമ്പ്? ഇതൊക്കെ ഒരു ചർച്ചയല്ലേ, അല്ലാതെ അതിലൊരു അതെ ചർച്ച അല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. മാതൃഭൂമി ചാനലിന്റെ സമയം കളഞ്ഞ് ഞങ്ങൾ പശ്ചിമഘട്ടത്ത് താമസിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്രയും വലിയ ബോംബ് ഇരിക്കുന്ന കണ്ടിട്ട് ഇത്രയും വലിയ ഭീകരപ്രസ്ഥാനം പശ്ചിമഘട്ടത്തിൽ പണിത് വെച്ചിട്ട് ഞങ്ങൾ തൂമ്പാവുകൊണ്ട് കളയ്ക്കുന്നത് വലിയ കുഴപ്പമാണെന്ന് അത് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളത് ഒഴിവാക്കേണ്ടതാണ്, ഞങ്ങൾ ചെയ്യാം, കാർഡുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുള്ളത് ഇത്രയും വലിയ സാധനം ഇവിടെ വെച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് തന്നെ കാര്യം. ഞങ്ങൾ ജൈവകൃഷി ചെയ്തുകൊണ്ടോ ഞങ്ങൾ കൃഷി ചെയ്യാതിരുന്നതുകൊണ്ടോ ഈ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടോ എന്ത് കാര്യമായിരിക്കും? ഇത്രയും വലിയ ഒരു അണക്കെട്ട് ഞാനൊരു പ്രാവശ്യം കട്ടപ്പന പോയപ്പോൾ കണ്ടതാണ്. എന്നോ വലിയ സാധനമാണെന്നറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിങ്ങാനും ഇങ്ങോട്ട് ഈ അടുത്ത ഈ പറഞ്ഞ ചെറിയ ഇതൊന്നുമല്ല, ഒരു മരയിടിച്ചിൽ ഞാൻ പോകുന്ന കേരളം പോയിട്ട് ഇന്ത്യ തന്നെ കാണും. എറണാകുളത്തൊക്കെ താമസിക്കുന്ന ഒരു മനുഷ്യൻ പോലും ജീവിതം കാണില്ല. അപ്പോൾ അതല്ലേ ആദ്യം പൊളിക്കേണ്ടത്. അടിയന്തരമായിട്ട് അത് ഡീകമ്മീഷൻ ചെയ്യേണ്ട അണക്കെട്ട്. അതെന്തേ നിങ്ങൾ ചാനലുകാർ കാണാതെ പോകുന്നു? വലിയ ഇത് കാണാതെ കണ്ട് ഞങ്ങൾ ചെറിയ മനുഷ്യർ കുഞ്ഞു വീട് വെച്ചത്, കന്നുകാലിക്കൂട് വെച്ചത്, ചൂമ്പ കളച്ചത്, റബ്ബർ വെച്ചത്, കപ്പ നട്ടതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് ചർച്ച പറഞ്ഞതേ. അപ്പോൾ ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് മനസ്സിലാക്കുന്നു, ഞങ്ങൾ കുറ്റക്കാരത് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ സർക്കാർ അതെല്ലാം 100 വർഷത്തിന് മുമ്പ്. അതെ, ആ 100 വർഷമായില്ല. അതിന്റെ ലാഭം നഷ്ടമെല്ലാം കഴിഞ്ഞത് വേണം. അതിന്റെ ലാഭം എടുത്ത് ഇത്ര നാളും കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചു, നമ്മളെല്ലാം കഴിഞ്ഞു. പണിതിന്റെ 100 ഇരട്ടി മുതൽ കിട്ടിയ ഒരു പ്രധാനമല്ലേ, പൊളിച്ചു കളയണ്ടേ അടിയന്തരമായിട്ട്. ഇത് ഈ വെള്ളവും അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നമ്മൾ അതിനു മുമ്പ് എത്രയോ വർഷത്തിന് മുമ്പ് സായിപ്പന്മാര് ചെയ്യുന്ന സംഭവമാണ്. അതെ, സായിപ്പ് ഇങ്ങനെ കുറ്റം ചെയ്തെങ്കിൽ ഞങ്ങളിപ്പം കുറ്റം ചെയ്തെന്നെങ്കിൽ ഇനിയിപ്പോ ഞങ്ങൾ അപ്പൊ നമ്മുടെ ഈ ഇത്രയും ഹൈറ്റിൽ വെള്ളമുണ്ട്, ഹൈറ്റിൽ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് അവിടുന്ന് വെള്ളം പമ്പുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇത് എന്തിനാണ് സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ആള് മേടിച്ചിട്ട് എന്തിനാണ് നമുക്ക് ഈ കറണ്ടും വെള്ളമൊക്കെ? ഇതിപ്പോ അടുത്ത പ്രളയത്തിൽ ഇപ്പൊ ഈ വർഷത്തെ 2 വർഷം പ്രളയം കഴിഞ്ഞു. അടുത്ത വർഷത്തെ പ്രളയത്തിന് ഇടുക്കി അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യും. പരിസ്ഥിതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് പണിയാൻ പാടുണ്ടോ? അതിന്റെ മുകളിൽ മുല്ലപ്പെരിയാർ വേറെ പണിത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടല്ല, ഈ എല്ലാ അണക്കെട്ടും പൊളിക്കണം അടിയന്തരമായിട്ട്. ഇതെല്ലാം പശ്ചിമഘട്ടത്തിലാണ് പണിത് വെച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം നിങ്ങൾ പറയുന്നതനുസരിച്ച് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അവിടെ കൃഷിക്കാർ കയറി ഇതെല്ലാം കൊത്തി ഇളക്കി മണ്ണെല്ലാം ഇളക്കി നശിപ്പിക്കണം. പരിസ്ഥിതി മനുഷ്യൻ താമസിക്കാൻ പറ്റില്ലാത്തത് കയറി താമസിച്ചു. അടിയന്തരമായിട്ട് ഇറക്കി വിടണം. ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറുണ്ട്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നു, പക്ഷേ ഇതിനേക്കാട്ടിൽ വലിയ ഭീകരപ്രസ്ഥാനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും അണക്കെട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത് 100-100 ചില്ലുവാൻ അണക്കെട്ട് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. അത് ഇടുക്കി അണക്കെട്ട് അടിയന്തരം. മറ്റതൊക്കെ ചെറുതാ, കുഴപ്പമില്ല. 10,000, 5,000, 50,000 ഒക്കെ പേരെ മരിക്കുള്ളൂ. ഇത് പൊളിഞ്ഞു പോയാൽ എന്നാ ചെയ്യാനാ? ശരിയാണ്. അപ്പൊ നിങ്ങൾ നാളെ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തണം. ഈ ഡാമുകൾ ഇവിടെ വെക്കുന്നത് വളരെ ഗുരുതരാവസ്ഥയാണ്. ഇത് ചെന്നായയുടെ ന്യായമാണ്. ചെന്നായ വെള്ളം കുടിക്കുമ്പോൾ ആട്ടുംകുട്ടി കലക്കുന്നതാണ് പറഞ്ഞത്. ചെന്നായ മുകളിലാണ് വെള്ളം കുടിക്കുന്നത്, ആട്ടുംകുട്ടി താഴെയാണ് വെള്ളം കുടിക്കുന്നത്. പക്ഷേ ഈ ആട്ടുംകുട്ടി വെള്ളം കലക്കുന്നതാണ്. ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട്, അത് ശരിയാണ്. ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്നു പോയി, തെറ്റാണ്. ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട്. പക്ഷേ ഈ ചെന്നായ വലിയ അണക്കെട്ട് പണിത് വെച്ചിട്ട് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഇടുക്കി അണക്കെട്ടിന്റെ ഒരു സൗകര്യമൊന്നും പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ നിങ്ങൾ എയർ കണ്ടീഷൻ റൂമിലിരുന്ന നല്ല എന്നാ ഒരു പ്രകൃതിയായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നോണ്ടാണ് ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് കൊതുകേടിയും കൊണ്ട് മഴ നനഞ്ഞാൽ ഇത് കാണുന്നത്. ഞങ്ങൾ സാറിന് കട്ടയൊക്കെ വിട്ട് സാറിന് വീടുകളിലാണ് താമസിക്കുന്നത്.
അപ്പൊ ഞങ്ങൾക്ക് ഉപദേശം തരുമ്പോൾ ഇത്രയും വലിയ പ്രസ്ഥാനം ബാക്കി കേരളത്തിലെ സമ്പന്ന വർഗത്തിന് സൂചിക്കാനായിട്ട് ഇടുക്കിയിൽ വലിയ അണക്കെട്ടുണ്ടാക്കി വെച്ചിട്ട് അല്ലെന്നേ ഞങ്ങൾ പറയുന്നത് അല്ല നിങ്ങൾ കാണിച്ചു നിങ്ങൾ അന്നേരം വിദഗ്ധന്മാരെ വൈദഗ്ധ്യം ഞങ്ങൾക്ക് വൈദഗ്ധ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വലിയ അണക്കെട്ട് മറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് മാതൃഭൂമി ചാനലിന്റെ OBC കറണ്ട് വേണം, അതിന് അണക്കെട്ട് വേണം, അത് കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. ഞങ്ങൾ കപ്പ ഇട്ടത് കുറ്റമാണ്, അതിപ്പോ ഞങ്ങൾക്ക് മനസ്സിൽ വിഴുങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അടിയന്തരമായിട്ട് ഇടുക്കി അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക, ഞങ്ങൾ കൃഷിക്കാരെല്ലാം മലയിൽ ഇറങ്ങിത്തരാം. ഇനി താഴെ ഭൂമി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഓസ്ട്രേലിയക്ക് എങ്ങോട്ടിലൊക്കെ പൊക്കോളാം. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടിലൊക്കെ കയറി പോകുമ്പോൾ പോലീസ് പിടിക്കാതിരുന്നാൽ മതി. ഓസ്ട്രേലിയക്ക് എങ്ങോട്ടിലൊക്കെ പൊക്കോളാം. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടിലൊക്കെ കയറി പോകുമ്പോൾ പോലീസ് പിടിക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, പൈസ ഒന്നും തരണ്ട, ഇവിടെ സ്ഥലത്തിന് വിലയും തരണ്ട. ഞങ്ങൾ അന്വേഷിച്ചു, സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങളെ സ്വീകരിക്കും, ഓസ്ട്രേലിയയിൽ സ്വീകരിക്കും, കാനഡയിൽ സ്വീകരിക്കും. ഞങ്ങൾ ഇവിടുന്ന് ബോട്ടെ കയറി പോകാൻ സമ്മതിച്ചാൽ മതി, പോലീസ് അറിയാതിരുന്നാൽ മതി, ഞങ്ങൾ പൊക്കോളാം. നിങ്ങളുടെ ആരുടെയും ഒരു സൗജന്യവും വേണ്ട. മലയാള ഞങ്ങൾ കാരണം ഇത്രയും ദുരിതമാണ്. എനിക്ക് 10 ഏക്കറോളം സ്ഥലമുണ്ട്. എന്നതേലും വിലയ്ക്ക് ആരെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. അവസാനം ഞാൻ ഭൂമാവ്യാപകാരുടെ അടുത്ത് ചോദിച്ചു, എന്നതേലും വിലയ്ക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് രജിസ്ട്രേഷൻ ചാർജ് ഭയങ്കരമാണ്. ഒരു ഏക്കർ സ്ഥലത്തിന് 50,000 രൂപയുള്ള രജിസ്ട്രേഷനും മറ്റ് ചിലവുകളെല്ലാം കൂടെ വരും. മറിച്ച് ചോദിക്കുമ്പോൾ അത്രയും കൂടെ വരും. അതുകൊണ്ട് ഇതെടുത്താൽ ഇതിന് വില കുറഞ്ഞു പോകുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നത്. അപ്പം ഇത് സ്ഥലം മേടിക്കാൻ ആരുമില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു മനുഷ്യന് ഞങ്ങളുടെ സ്ഥലം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വിറ്റേജ് പോകാമെന്നുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല. താഴോട്ട് ഇറങ്ങിയാൽ ഞങ്ങളിപ്പോൾ നിങ്ങൾ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥല സൗകര്യങ്ങളും കിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് പോക്കടെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. 10-15 ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ പിള്ളേരെ വിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത്രയും പൈസ ഞങ്ങളുടെ ഇതില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാൽ ഞങ്ങൾ പോകാൻ സമ്മതിക്കുമെങ്കിൽ ബോട്ടോലൊക്കെ കയറി ഞങ്ങൾ കടൽ വഴി അങ്ങോട്ടൊക്കെ രക്ഷപ്പെട്ട് പൊക്കോളാം, ഈ റോഹിന്ത്യൻ അഭയാർത്ഥികളൊക്കെ പോകുന്ന പോലെ. പക്ഷേ അതിനെക്കാട്ടി പ്രശ്നം നിങ്ങൾ ഇവിടെ മിച്ചം ഇരിക്കുന്നവർ ഈ ഇടിക്കാനൊക്കെ വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം കാണുകയില്ല, അതാ പ്രശ്നം. തീർച്ചയായിട്ടും. എൻ്റെ പേര് ജോഷ് ജോ ലൂയിസ്. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് താമസിക്കുന്നത്. മലയോര കർഷകനാണ്.